ഹായ് മക്കളെ, നിങ്ങളുടെ ലച്ചുമസാണ്. വെൽക്കം ടു റേസ് എഡ്യൂക്കേഷൻ. നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ പീരിയോഡിക് ടേബിളിനെ കുറിച്ച് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാൻ പോവാണ് കേട്ടോ. പീരിയോഡിക് ടേബിളിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾക്ക് അറിയാനുണ്ട്, ഈ ഒരു പീരിയോഡിക് ഫോമിലേക്ക് നമ്മുടെ പീരിയോഡിക് ടേബിൾ ഇതാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അല്ലേ. ഈ ഒരു പീരിയോഡിക് ടേബിൾ ഉണ്ടാക്കുന്നതിന് മുന്നേ ഒരുപാട് സയന്റിസ്റ്റുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സിന് വേണ്ടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ജസ്റ്റ് ഒന്ന് ആ ഒരു ഹിസ്റ്ററി എന്താണെന്നൊന്ന് അറിഞ്ഞാലോ. കാരണം ആ ഹിസ്റ്ററി എന്ന് പറയുന്നതാണ് ഏറ്റവും രസകരമായിട്ടുള്ളൊരു കാര്യം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ഇറ്റ് വാസ് ഡൺ ബൈ ആന്റോയിൻ ലവോസിയോ. ഓക്കെ, അദ്ദേഹം ചെയ്തിരുന്നത് അന്നത്തെ കാലത്തിൽ ഉണ്ടായിരുന്ന 30 എലമെന്റ്സിനെ മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ്, എന്താണ്, ലോഹങ്ങളും അലോഹങ്ങളുമായിട്ട് മൂലകങ്ങളെ അദ്ദേഹം തരംതിരിച്ചു. എന്നാൽ ചില മൂലകങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവർ മെറ്റൽസിന്റെ സ്വഭാവം നോൺ മെറ്റൽസിന്റെ സ്വഭാവം കാണിക്കുന്ന ആളുകളുണ്ട്, ലോഹത്തിന്റെയും അലോഹത്തിന്റെയും സ്വഭാവം കാണിക്കുന്ന ആളുകളുണ്ട്. അവരെയാണ് നമ്മൾ മെറ്റലോയിഡ്സ് എന്ന് വിളിക്കുന്നത്. ആ ഒരു ക്ലാസിഫിക്കേഷൻ എന്ത് ചെയ്തില്ല, ലവോസിയർ ക്ലാസിഫൈ ചെയ്തില്ല. അതുകൊണ്ട് നമ്മൾ ഈ ഒരു ക്ലാസിഫിക്കേഷൻ ഒഴിവാക്കി കേട്ടോ. ഇനി അടുത്ത ക്ലാസിഫിക്കേഷൻ ഏതായിരുന്നു, ഡോബറീനിയറിന്റെ ക്ലാസിഫിക്കേഷൻ ആണ്. ഡോബറീനിയറിന്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ട്രയാഡ്സ് ആണ്. ഏതാണ്, ത്രികങ്ങൾ. ഓക്കെ, എന്താണ് ത്രികങ്ങൾ അഥവാ ട്രയാഡ്സ് എന്നാണ് നമ്മൾ വിളിക്കുന്നത്. അദ്ദേഹത്തിന്റെ ക്ലാസിഫിക്കേഷന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഒരു കാർഡിൻ്റെ അകത്ത് 3 എലമെന്റ്സിനെ അറേഞ്ച് ചെയ്ത് വെച്ചു. നോക്കിക്കേ, ഇതാ 3 ട്രയാഡുകൾ ഇവിടെ തന്നിട്ടുണ്ട്. അദ്ദേഹം ഒരു കാർഡ് എടുക്കുന്നു, എലമെന്റുകളെ അറ്റോമിക് മാസിന്റെ അടിസ്ഥാനത്തിലാണ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. 3 പ്രത്യേകതകളാണുള്ളത്. ഒന്നാമത്തെ പ്രത്യേകത നിങ്ങൾ നോക്കിക്കേ, ഈ 3 എലമെന്റുകളുടെയും അറ്റോമിക മാസ് താഴത്തേക്ക് വരുന്നതിനനുസരിച്ച് ഇൻക്രീസിങ് ഓർഡർ ആണ്, കൂടി വരുന്ന രീതിയാണ്. രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത്, ഒരു ട്രയാഡ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്തുള്ള മൂലകങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കെമിക്കൽ പ്രോപ്പർട്ടീസ് സിമിലാരിറ്റി കാണിക്കുന്നുണ്ട്, രാസഗുണം ഒരുപോലെയാണ്, അല്ലെങ്കിൽ എന്താണ്, സാമ്യം കാണിക്കുന്നുണ്ട്. ഇനി മൂന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്, ഈ ആദ്യത്തെ എലമെന്റിന്റെ അറ്റോമിക് മാസും രണ്ടാമത്തെ എലമെന്റിന്റെ അറ്റോമിക് മാസിന്റെയും ആവറേജ് ആണ് ഈ നടുക്കുള്ള എലമെന്റിന്റെ അറ്റോമിക് മാസ് വരുന്നത്. ഭയങ്കരമായിട്ട് കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ട് അല്ലേ. ഇതേപോലെ അദ്ദേഹത്തിന് പക്ഷെ എന്ത് ചെയ്യാൻ പറ്റിയില്ല, എല്ലാ എലമെന്റുകളെയും എല്ലാ മൂലങ്ങളെയും ട്രയാഡുകളായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ സാധിച്ചില്ല. അത് നെഗറ്റീവ് ആണല്ലോ. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, ഡോബറീനിയർ ട്രയാഡ് അവിടെ മാറ്റി വെച്ചിട്ട് നമ്മൾ ഇനി അടുത്തത് എങ്ങോട്ടേക്കാണ് പോകുന്നത്, ക്ലാസിഫിക്കേഷൻ ന്യൂലാൻഡിന്റെ ക്ലാസിഫിക്കേഷൻ ആണ്. ന്യൂലാൻഡ് ആണ് ലോ ഓഫ് ഒക്ടേവ്സ് കൊണ്ടുവന്നത്. എന്താണ്, യെസ്, ലോ ഓഫ് ഒക്ടേവ്സ്, അഷ്ടകങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്. അദ്ദേഹം എന്ത് ചെയ്തു, സരിഗമ പദനി സ സനിധപ മഗരി സ സ സ, അതായത് ആദ്യത്തെ അക്ഷരവും 8ാമത്തെ അക്ഷരവും ഒരുപോലെ ഇല്ലേ, അതേപോലെ തന്നെ അദ്ദേഹം പറഞ്ഞു നമ്മുടെ എലമെന്റുകളെ അറ്റോമിക് മാസിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അറേഞ്ച് ചെയ്ത് എഴുതുന്ന സമയത്ത് ആദ്യത്തെ എലമെന്റും 8ാമത്തെ എലമെന്റും എന്ത് കാണിക്കുന്നുണ്ട്, പ്രോപ്പർട്ടീസിൽ സിമിലാരിറ്റി കാണിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. നോക്കിക്കേ, ലിഥിയം, ബെറിലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ, സോഡിയം. ലിഥിയം എന്ന് പറയുന്നത് ആദ്യത്തെ എലമെന്റ് ആണ്, സോഡിയം എന്ന് പറയുന്നത് 8ാമത്തെ എലമെന്റ് ആണ്. അവർ എന്ത് ചെയ്യുന്നുണ്ട്, പ്രോപ്പർട്ടീസിൽ സിമിലാരിറ്റി കാണിക്കുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷെ അദ്ദേഹത്തിനും ഈ പറഞ്ഞതുപോലെ കാൽഷ്യം വരെ മാത്രമേ അദ്ദേഹത്തിന് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കാൻ സാധിച്ചുള്ളൂ. ആ കാലഘട്ടത്ത് 56ഓളം എലമെന്റുകളെ കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്നാൽ കാൽഷ്യം വരെ മാത്രമേ അദ്ദേഹത്തിന് ക്ലാസിഫിക്കേഷൻ നടന്നുള്ളൂ കേട്ടോ. അങ്ങനെയാണ് നമ്മൾ എങ്ങോട്ടേക്ക് വരുന്നത്, നമ്മുടെ മെന്റൽ ലീവിലേക്ക് വരുന്നത്. മെന്റൽ ലീവിന്റെ പ്രത്യേകത എന്താണ്, ഹി ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് പീരിയോഡിക് ടേബിൾ. എന്തുകൊണ്ടായിരിക്കും അദ്ദേഹത്തിനെ നമ്മൾ ഫാദർ ഓഫ് പീരിയോഡിക് ടേബിൾ എന്ന് വിളിക്കാൻ കാരണം, അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് മെന്റൽ ലീവ് അത്രത്തോളം എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ കെമിസ്ട്രിക്ക് വേണ്ടി, നമ്മുടെ പീരിയോഡിക് ടേബിളിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹമാണ് ആദ്യമായിട്ട് ഗ്രൂപ്പ് എന്താണെന്നും പീരീഡ് എന്താണെന്നും ഈവൻ ആ കാലത്ത് കണ്ടുപിടിക്കാത്ത എലമെന്റുകൾക്ക് പോലും അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ പീരിയോഡിക് ടേബിൾ ഒരു സ്പേസ് കൊടുത്തു. ഭാവിയിൽ കണ്ടുപിടിക്കാം ആ എലിമെന്റിന് ഇന്ന പ്രോപ്പർട്ടീസ് ആണ്, ഇന്ന പ്രത്യേകതയാണ്, നിങ്ങൾക്ക് അത് എന്ത് ചെയ്യാം, ഈ കോളത്തിനകത്ത് കൊണ്ട് പ്ലേസ് ചെയ്യാം എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിന്റെ ബുദ്ധി പോയ പോക്ക് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കല്ലേ. അപ്പൊ മെന്റലീവ് ആണ് എന്ന് പറയും, മെന്റലീവ് ആണ് എന്താ, ഫാദർ ഓഫ് പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ പീരിയോഡിക് ടേബിളിൽ ഒരുപാട് പോസിറ്റീവ്സും ഉണ്ട്, കുറച്ച് നെഗറ്റീവ്സും ഉണ്ട്. അങ്ങനെയാണ് നമ്മൾ മോഡേൺ പീരിയോഡിക് ടേബിളിലേക്ക് എത്തുന്നത്. മെന്റലീവ് പീരിയോഡിക് ടേബിളിൽ അദ്ദേഹം എന്താണ് പറഞ്ഞിരിക്കുന്നത്, യെസ്, ദ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എലമെന്റ്സ് ആ പീരിയോഡിക് ഫംഗ്ഷൻ ഓഫ് ദ അറ്റോമിക് മാസസ്. എന്താണ്, മൂലകങ്ങളുടെ രാസഗുണങ്ങളും ഭൗതിക ഗുണങ്ങളും അവയുടെ അറ്റോമിക മാസിന്റെ ആവർത്തന ഫലമാണ്. അദ്ദേഹത്തിന്റെ പീരിയോഡിക് ടേബിളിൽ അദ്ദേഹം എലമെന്റുകളെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇൻ ദ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് അറ്റോമിക് മാസ്, അറ്റോമിക മാസിന്റെ അടിസ്ഥാനത്തിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, അതും കൂടി വരുന്ന രീതിയിൽ കേട്ടോ. മെന്റലി പീരിയോഡിക് ടേബിൾ മുതൽക്ക് നിങ്ങൾ 100% പരീക്ഷയ്ക്ക് പ്രതീക്ഷിച്ചോളൂ. മെന്റലി പീരിയോഡിക് ടേബിളിൽ അറ്റോമിക് മാസിന്റെ അടിസ്ഥാനത്തിലാണ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ ലോ എന്ന് വിളിക്കുന്ന പേരാണ് മെന്റലീവ്സ് ലോ, മെന്റലീവ്സ് പീരിയോഡിക് ലോ എന്ന് വിളിക്കുന്നത്. മാത്രമല്ല അദ്ദേഹത്തിന്റെ പീരിയോഡിക് ടേബിളിൽ നമ്മൾ പറഞ്ഞു ഗ്രൂപ്പുകളുണ്ട്, പീരീഡുകളുണ്ട് അല്ലേ. ഇങ്ങനെ കൊടുത്തിരിക്കുന്നതില്ലേടാ, ഇതൊക്കെ എന്താണ്, ഗ്രൂപ്പുകളാണ്. അതേപോലെ പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്
കൊടുത്തിരിക്കുന്നത് എന്താണ്? ദീസ് ആർ ദ പീരീഡ്സ്. ഓക്കെ, അദ്ദേഹം ആദ്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഗ്രൂപ്പും പീരീഡും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല അദ്ദേഹത്തിന്റെ മെറിറ്റ്സ് പീരിയോഡിക് ടേബിൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ പീരിയോഡിക് ടേബിളിലെ മെറിറ്റ്സ് എന്ന് പറയുന്നത് അദ്ദേഹം എന്ത് ചെയ്തു? സെയിം ഗ്രൂപ്പിൽ സിമിലർ പ്രോപ്പർട്ടീസ് ഉള്ള മൂലകങ്ങളെ അറേഞ്ച് ചെയ്ത് വെച്ചു. അതായത് ഒരേ ഗ്രൂപ്പിൽ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? മാക്സിമം സിമിലർ പ്രോപ്പർട്ടീസ് ഉള്ള എലമെന്റുകളെ അദ്ദേഹം ക്ലാസിഫൈ ചെയ്ത് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് പറയാം പണ്ട് കാലങ്ങളിൽ തെറ്റായിട്ട് പറഞ്ഞ കുറച്ച് അറ്റോമിക് മാസസ് ഉണ്ട്. എന്താണ്? അറ്റോമിക മാസ് നിർണയത്തിൽ അപാകത അദ്ദേഹം കണ്ടുപിടിക്കുകയും അദ്ദേഹം അത് കറക്റ്റ് ചെയ്യുകയും ചെയ്തു. തെറ്റെന്ന് മാത്രമല്ല പറഞ്ഞത്, അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള അറ്റോമിക് മാസ് അദ്ദേഹം എന്ത് ചെയ്തു? പറയുകയും ചെയ്തു. ഇനി അടുത്ത പോയിന്റ് നോക്കിക്കേ. കോളംസ് were left vacant for the elements. ആ കാലഘട്ടത്തിൽ കണ്ടുപിടിക്കാത്ത പല എലമെന്റുകൾക്കും അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? യെസ്, ഏതാനും മൂലകങ്ങൾക്കുള്ള സ്ഥാനം അദ്ദേഹം വിട്ടുവെച്ചിട്ടുണ്ട്. പിന്നീട് എന്ത് ചെയ്തിട്ടുണ്ട്? ആ സ്ഥാനത്തേക്കുള്ള എലമെന്റുകളെ ആളുകൾ കണ്ടുപിടിക്കും, ഡിസ്കവർ ചെയ്യുകയും ചെയ്തു. അതാണ് ഏറ്റവും വലിയ അതിശയം. ഓക്കെ, അദ്ദേഹം പറഞ്ഞ പ്രോപ്പർട്ടികളിൽ എന്ത് ചെയ്യുന്നുണ്ട്? സിമിലാരിറ്റി വരുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഇത്രയും നല്ലൊരു പീരിയോഡിക് ടേബിൾ നമ്മൾ ഒഴിവാക്കാൻ കാരണം? അതായിരിക്കും നിങ്ങളുടെ മനസ്സിലുള്ള ചിന്ത. അതിന്റെ റീസൺ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. എലമെന്റ്സ് വിത്ത് ലാർജ് ഡിഫറൻസ് ഇൻ പ്രോപ്പർട്ടീസ് were included in same groups. അദ്ദേഹം എത്രത്തോളം അറേഞ്ച് ചെയ്ത് വെച്ചാലും ചില കേസിൽ, ചില എക്സാമ്പിൾ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഒരു ഗ്രൂപ്പിൻ്റെ അകത്ത് ചില ക്യാരക്ടറിൽ നല്ല വ്യത്യാസമുള്ള ആളുകളെയും അദ്ദേഹം അതിനകത്ത് പ്ലേസ് ചെയ്ത് പോയി. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഗ്രൂപ്പ് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ആ ഒരേ ഗ്രൂപ്പിൻ്റെ അകത്ത് അദ്ദേഹം എന്ത് ചെയ്തു? സോഡിയത്തിനെയും കോപ്പറിനെയും വെച്ചു. സംഭവം ശരിയാണ്, സോഡിയം കോപ്പറും മെറ്റലാണ്, ലോഹമാണ്. എന്നാൽ കോപ്പർ എന്ന് പറയുന്നത് ഹാർഡ് മെറ്റലാണ്, കാഠിന്യം കൂടുതലാണ്. എന്നാൽ സോഡിയം എന്ന് പറയുന്നത് സോഫ്റ്റ് മെറ്റലാണ്, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മൃദുവായിട്ടുള്ള ലോഹമാണ്. ഇവർ രണ്ടാളുടെ പ്രോപ്പർട്ടിയിൽ നല്ല വ്യത്യാസം വന്നില്ലേടാ? അതേപോലെ തന്നെ ചില എക്സാമ്പിൾസിൽ അദ്ദേഹം എന്ത് ചെയ്തു? ആ ഒരു പോയിന്റ് അദ്ദേഹത്തിന് എന്താ പറയാ ചെയ്യാൻ പറ്റിയില്ല, അല്ലെങ്കിൽ ഫോളോ ചെയ്യാൻ പറ്റിയില്ല. ഓക്കെ, ഇനി അടുത്തൊരു ഡിമെറിറ്റ് എന്ന് പറയുന്നത് ഹൈഡ്രജൻ അദ്ദേഹം എന്ത് ചെയ്തില്ല? കറക്റ്റ് ആയിട്ടുള്ള ഒരു പൊസിഷൻ കൊടുത്തില്ല. അദ്ദേഹത്തിൻ്റെ ഹൈഡ്രജൻ ഇവിടെയാണ് ഉള്ളത്. ലിത്തിയം, സോഡിയം, പൊട്ടാസ്യം, കോപ്പർ എന്ന് പറയുന്ന ഈ മെറ്റലുകളുടെ കൂടെ ആണ് അദ്ദേഹം നോൺ മെറ്റൽ ആയിട്ടുള്ള ഈ ഹൈഡ്രജനെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഇനി രണ്ടാമത്തെ ഡിമെറിറ്റ് എന്ന് പറയുന്നത് increasing order of atomic mass was not strictly followed. മെജോറിറ്റിയും അദ്ദേഹം അറ്റോമിക് മാസ് കൂടി വരുന്ന രീതി തന്നെയാണ് വെച്ചതെങ്കിലും നിങ്ങൾ നോക്കിക്കേ, ഇവിടെ തന്നിരിക്കുന്ന എക്സാമ്പിൾ കൊബാൾട്ട്, നിക്കല്, അല്ലെ നോക്കുക, കൊബാൾട്ട്, നിക്കല്. ഇവിടെ നോക്കണേ, കൊബാൾട്ട്, നിക്കല് നോക്കിക്കേ, ഒബ്സർവ് ചെയ്ത് നോക്കിക്കേ. 58.93 ആണ് കൊബാൾട്ട്. നിക്കലിന്റെ എത്രയാണ് വരുന്നത്? 58.71. ഇത് ഇൻക്രീസിങ് ഓർഡറിലാണോ അറേഞ്ച് ചെയ്തത്? അല്ല, അല്ലെ, ഉൾട്ടയായി പോയി. അതേപോലെ ചില എക്സാമ്പിൾസ് ഇനി ടെല്ലൂറിയും അയോഡീനും നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതും എന്ത് തന്നെയാണ്? അതേ അവസ്ഥ തന്നെയാണ്. അതുകൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് എന്താണ് സ്ട്രിക്ട്ലി ഫോളോ ചെയ്തു എന്ന് നമുക്ക് അവിടെ പറയാൻ സാധിക്കില്ല. ദീസ് ആർ ദ ഡിമെറിറ്റ്സ്, ലിമിറ്റേഷൻസ് ഓഫ് മെന്റൽ ലീവ്. അപ്പൊ മെന്റൽ ലീവിന്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും പഠിക്കണോ എന്ന് പല ആളുകളും ചോദിക്കാറുണ്ട്. ഇൻ ആ ടെക്സ്റ്റ് ബുക്ക് ദ ഫസ്റ്റ് പാർട്ട് ഇറ്റ് ഇസ് അബൌട്ട് മെന്റൽ ലീവ്സ് പീരിയോഡിക് ടേബിൾ. അതുകൊണ്ട് അത് നിർബന്ധമായും നമ്മൾ പഠിക്കണം കേട്ടോ. ഇനി നമ്മുടെ മോഡേൺ പീരിയോഡിക് ടേബിളിലേക്ക് വരികയാണ്. മോഡേൺ പീരിയോഡിക് ടേബിൾ ഈ രീതിയിലാക്കാൻ വേണ്ടി സഹായിച്ച വ്യക്തി ആരാണ്? ഹെൻറി മോസ്ലി ആണ്. ഹെൻറി മോസ്ലിന്റെ എന്ത് പഠിക്കാനുണ്ട്? നമുക്ക് മോഡേൺ പീരിയോഡിക് ലോ പഠിക്കാനുണ്ട്. മോഡേൺ പീരിയോഡിക് ലോയിൽ വരുന്ന പ്രത്യേകത എന്താണ്? ദ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എലമെന്റ്സ് ആർ ദ പീരിയോഡിക് ഫംഗ്ഷൻ ഓഫ് അറ്റോമിക് നമ്പർ. അദ്ദേഹം പറഞ്ഞ മെയിൻ പോയിന്റ് എന്താണ്? അറ്റോമിക നമ്പറിന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ആവർത്തന ഫലങ്ങളാണ് ഈ പറയുന്ന മൂലകങ്ങളുടെ രാസഗുണങ്ങളും ഭൗതിക ഗുണങ്ങളും വരുന്നത്. ദ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എലമെന്റ്സ് ആർ ദ പീരിയോഡിക് ഫംഗ്ഷൻ ഓഫ് ദ എന്താണ് പീരിയോഡിക് ഫംഗ്ഷൻ എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. പീരിയോഡിക് ഫംഗ്ഷൻ ഓഫ് ദ അറ്റോമിക് നമ്പേഴ്സ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. മെന്റലി അറ്റോമിക് മാസ് ആയിരുന്നു. എന്നാൽ നമ്മുടെ ഹെൻറി മോസ്ലി എന്ത് ചെയ്തു? അറ്റോമിക് നമ്പറിന്റെ അടിസ്ഥാനത്തിലാണ് പീരിയോഡിക് ടേബിൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇനി നോക്കുക, ഈ പറയുന്ന വെർട്ടിക്കൽ കോളത്തിനെയാണ് അദ്ദേഹം എന്ത് വിളിച്ചത്? ഗ്രൂപ്പ്സ്. ശരിയാണ്, വെർട്ടിക്കൽ കോളത്തിനെ ഗ്രൂപ്പ് എന്നും ഹൊറിസോണ്ടൽ കോളത്തിനെ എന്താണ്? പീരീഡ് എന്നുമാണ് വിളിച്ചത്. നമുക്ക് മൊത്തം എത്ര ഗ്രൂപ്പ് ഉണ്ടെന്നും എത്ര പീരീഡ് ഉണ്ടെന്നും ചോദിക്കും കേട്ടോ. എത്ര ഗ്രൂപ്പാണ്? 18 ഗ്രൂപ്പും എത്ര പീരീഡാണ്? 7 പീരീഡുമാണ് നമുക്കുള്ളത്. 18 ഗ്രൂപ്പും 7 പീരീഡുമാണ് നമുക്കുള്ളത്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ പീരിയോഡിക് ടേബിളിലെ മെറിറ്റ്സ് നമുക്കറിയണം. നമ്മൾ എന്ത് പഠിക്കുകയാണെങ്കിലും അതിൻ്റെ ഒക്കെ മെറിറ്റ്സ് നമുക്ക് അറിയണ്ടേ? നമ്മൾ മെറിറ്റ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് പറയാം ഹെൻറി മോസ്ലി എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മുടെ എലമെന്റുകളെ സെയിം ഗ്രൂപ്പിൽ സിമിലർ പ്രോപ്പർട്ടീസ് വരുന്ന ആളുകളെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് ഗ്രൂപ്പ് എടുക്കുകയാണ്, ആദ്യത്തെ ഗ്രൂപ്പ് എടുക്കുകയാണെങ്കിൽ അതിലുള്ള എല്ലാ എലമെന്റുകൾക്കും പ്രോപ്പർട്ടീസ് സെയിം ആടാ.
അതേപോലെ നമ്മൾ ഏത് ഗ്രൂപ്പ് എടുക്കുകയാണെങ്കിലും അവരുടെ എലമെന്റ്സിന് എന്താണ് പ്രോപ്പർട്ടീസ് സിമിലാരിറ്റി കാണിക്കുന്നുണ്ട്. മാത്രമല്ല അറ്റോമിക് നമ്പർ ഇൻക്രീസ് ചെയ്യുന്ന രീതിയിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്, യെസ്, എലമെന്റുകളെ പീരിയോഡിക് ടേബിളിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഒരു ഭാഗത്ത് പോലും നിങ്ങൾക്ക് ഒരു കറക്ഷൻ പോലും കാണാൻ പറ്റില്ല. നമ്മുടെ പീരിയോഡിക് ടേബിൾ വി ആർ ഹാവിംഗ് 118 എലമെന്റ്സ്. ഈ 118 എലമെന്റുകൾ എന്താണ് ഇൻക്രീസിംഗ് ഓർഡറിലാണ് അദ്ദേഹം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നോക്കിക്കേ നിങ്ങൾ, യെസ്, ഇൻ ദ മോഡേൺ പീരിയോഡിക് ടേബിൾ ദ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് അറ്റോമിക് നമ്പറിലാണ്, അസെൻഡിങ് ഓർഡർ ഓഫ് അറ്റോമിക് നമ്പറിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്, എലമെന്റുകളെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമ്മൾ ആ ഒരു പോയിന്റ് കണ്ടു. ഇനി അടുത്ത പോയിന്റ് നോക്കിക്കേ, മെൻഡലീവിന്റെ ഏറ്റവും വലിയ പ്രശ്നമായിരുന്നു അസെൻഡിങ് ഓർഡർ ഓഫ് അറ്റോമിക് മാസ്. അദ്ദേഹം അറ്റോമിക് മാസിന്റെ എന്താ പറയുക ഇൻക്രീസിംഗ് ഓർഡറിൽ അറേഞ്ച് ചെയ്ത സമയത്ത് ചെറിയ വേരിയേഷൻസ് നമ്മൾ കണ്ടു. കൊബാൾട്ട് നിക്കൽ ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ കണ്ടു. ഇവിടെ ആ ഒരു ബുദ്ധിമുട്ട് വരുമോ? ഇല്ല. കാരണം അറ്റോമിക് മാസിന്റെ അടിസ്ഥാനത്തിലല്ല നമ്മുടെ പീരിയോഡിക് ടേബിൾ അറേഞ്ച് ചെയ്യുന്നത്, അറ്റോമിക് നമ്പറിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ആ ഒരു കൺസിഡറേഷൻ നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല അല്ലേ. അതേപോലെ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ ഐസോടോപ്സിനെ പഠിച്ചിട്ടുണ്ട്. ഐസോടോപ്സിന്റെ പ്ലേസ് നമ്മൾ ഇവിടെ പീരിയോഡിക് ടേബിൾ കാണിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. കാരണം എന്താണ്, അറ്റോമിക് നമ്പറിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പീരിയോഡിക് ടേബിൾ അറേഞ്ച് ചെയ്യുന്നത്, അല്ലാതെ അറ്റോമിക് മാസിന്റെ അടിസ്ഥാനത്തിലല്ല. ഓക്കെ, ഇനി നമ്മൾ പോകുന്നത് എങ്ങോട്ടേക്കാണ്? നമ്മുടെ പീരിയോഡിക് ടേബിളിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോവാണേ. പീരിയോഡിക് ടേബിൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു നമുക്ക് മൊത്തം 18 ഗ്രൂപ്പുകളാണുള്ളത്. ഈ ഗ്രൂപ്പുകളുടെ പേര് നമുക്ക് പഠിക്കാനുണ്ട്. ആദ്യത്തെ ഗ്രൂപ്പിനെ വിളിക്കുന്ന പേരാണ് ആൽക്കലി മെറ്റൽസ്. രണ്ടാമത്തെ ഗ്രൂപ്പിനെ വിളിക്കുന്ന പേരാണ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്. മൂന്നാമത്തെ മുതൽക്ക് 12ാമത് വരെയുള്ള ഗ്രൂപ്പിനെ വിളിക്കുന്ന ഒരു കോമൺ പേരാണ് ട്രാൻസിഷൻ എലമെന്റ്, സംക്രമണ മൂലകങ്ങൾ എന്നാണ് വിളിക്കുന്നത്. എന്താണ് ട്രാൻസിഷൻ എലമെന്റ്? സംക്രമണ മൂലകങ്ങൾ. നോക്കുക, 3, 4, 5, 6, 7, 8, 9, 10, 11, 12 ഇത്രയും ആളുകളെയാണ് വിളിക്കുന്നത്. 13ാമത്തെ ഗ്രൂപ്പിനെ വിളിക്കുന്ന പേര് ബോറോൺ ഫാമിലി, ബോറോൺ കുടുംബം. 14ാമത്തെ ഗ്രൂപ്പിനെ വിളിക്കുന്നത് കാർബൺ ഫാമിലി, കാർബൺ കുടുംബം. 15ാമത്തെ ഗ്രൂപ്പിനെ വിളിക്കുന്നത് നൈട്രജൻ ഫാമിലി, നൈട്രജൻ കുടുംബം. 16ാമത്തെ ഗ്രൂപ്പിനെ വിളിക്കുന്നത് ഓക്സിജൻ ഫാമിലി, ഓക്സിജൻ കുടുംബം. 17ാമത്തെ ഗ്രൂപ്പിനെ വിളിക്കുന്ന പേര് നിങ്ങൾ ശ്രദ്ധിക്കണേ, ഇറ്റ് ഇസ് ഹാലോജൻസ്. 17ാമത്തെ ഗ്രൂപ്പിനെ ഹാലോജൻസ് എന്നും 18ാമത്തെ ഗ്രൂപ്പിനെ നോബൽ ഗ്യാസസ് അഥവാ ഉത്കൃഷ്ടവാതകങ്ങൾ എന്നുമാണ് വിളിക്കുന്നത്. നോബൽ ഗ്യാസ്, ഉത്കൃഷ്ടവാതകം. നോബൽ ഗ്യാസിന്റെ പ്രത്യേകത എന്താണ്? ബാഹ്യതമ ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് ആണ് ഉണ്ടാവുക കേട്ടോ. അവർ സ്റ്റേബിൾ ആയിട്ടുള്ള ആളുകളാണ്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇനി 6ാമത്തെ പീരീഡിലും 7ാമത്തെ ഉള്ള പീരീഡിലുമുള്ള കുറച്ച് ആളുകളെ നമ്മൾ പീരിയോഡിക് ടേബിളിൽ താഴെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ദാ ഇവിടെയുള്ള ആളുകളെയും അതുപോലെ തന്നെ 7ാമത്തെ പീരീഡിലെ ആളുകളെയും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അല്ലേ. 6ാമത്തെ പീരീഡിൽ ഇത്രയും ആളുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലാംതനോയിഡ്സ്. എന്താണ്? ലാംതനോയിഡുകൾ. 7th പീരീഡിൽ വരുന്ന ഇത്രയും ആളുകളെ വിളിക്കുന്ന പേരാണ് എന്താ? ആക്ടിനോയിഡ്സ്. എന്താണ്? ആക്ടിനോയിഡുകൾ എന്നാണ് വിളിക്കുന്നത്. നമ്മളുടെ ആക്ടിനോയിഡ്സിന് ഒരു പ്രത്യേകതയുണ്ട്, യുറാനിയം. ഈ യു എന്ന് പറയുന്നത് യുറാനിയം എന്ന് പറയുന്ന മൂലകമാണ്. ഇതിനുശേഷം വരുന്ന ഇത്രയും ആളുകൾ എന്താണ്? ആർട്ടിഫിഷ്യൽ എലമെന്റ്സ് ആണ്, ആർട്ടിഫിഷ്യൽ എലമെന്റ്സ് ആണ്. പിന്നെ നമ്മൾ ലാന്തനോയിഡുകളെ വിളിക്കുന്ന ഒരു പേരുണ്ട്, ദേ ആർ ഓൾസോ നോൺ ആസ് റാർ എർത്ത്. 1 മാർക്കിനൊക്കെ ചോദിക്കാം. എന്താണ്? ലാന്തനോയിഡുകൾ തന്നെയാണ് റാർ എർത്ത് എന്ന് വിളിക്കുന്നത്. അപ്പൊ നമ്മുടെ പീരിയോഡിക് ടേബിളിനെ കുറിച്ച് നമ്മൾ കണ്ടല്ലോ അല്ലെ. അതിൽ കൺഫ്യൂഷൻ നിങ്ങൾക്ക് ആർക്കും ഇല്ലല്ലോ, ഉറപ്പല്ലേടാ പീരിയോഡിക് ടേബിളിനെ കുറിച്ചിട്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ പീരിയോഡിക് ടേബിളിനകത്ത് നമുക്ക് അറിയേണ്ടതായിട്ടുള്ള കുറച്ച് ആളുകൾ, മെയിൻ ഗ്രൂപ്പ് എലമെന്റ് എന്താണ്, അല്ലെങ്കിൽ ട്രാൻസിഷൻ എലമെന്റ്സിന്റെ പ്രത്യേകത എന്താണ്. എടാ മെയിൻ ഗ്രൂപ്പ് എലമെന്റ്സ്, പ്രധാന ഗ്രൂപ്പ് എലമെന്റ്സിനെ തന്നെ നമ്മൾ റെപ്രസെന്റേറ്റീവ് എലമെന്റ്സ് എന്നും പറയും. അതായത് ഗ്രൂപ്പ് 1ഉം 2ഉം അതുപോലെ തന്നെ 13, 14, 15, 16, 17, 18 ഇത്രയും ഗ്രൂപ്പുകളെ വിളിക്കുന്ന പേരാണ് മെയിൻ ഗ്രൂപ്പ് എലമെന്റ്സ്. ആരൊക്കെയാണ്? ഗ്രൂപ്പ് 1 ഉണ്ട്, 2 ഉണ്ട്, 13 മുതൽക്ക് 13 to 18, അതായത് 13, 14, 15, 16, 17, 18 ഇത്രയും ആളുകളെ വിളിക്കുന്ന പേരാണ് നമ്മൾ മെയിൻ ഗ്രൂപ്പ് എലമെന്റ്സ്. അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് ചോദിക്കും. റൈറ്റ്, ഇനി 3 ക്യാരക്ടറിസ്റ്റിക്സ്, ഓരോരോ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് നമുക്ക് നോക്കാം കേട്ടോ. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഓരോരോ ഗ്രൂപ്പിലുള്ള ആളുകളെ എടുക്കുകയാണെങ്കിൽ ദേ ഷോ സിമിലർ പ്രോപ്പർട്ടി. രണ്ടാമത്തെ പോയിന്റ് പറയുകയാണെങ്കിൽ എന്താണ്, ഈ പറയുന്ന മെയിൻ ഗ്രൂപ്പ് എലമെന്റ്സിൽ നമുക്ക് മെറ്റൽസിനെ കാണാം, നോൺ മെറ്റൽസിനെ കാണാം, മെറ്റലോയിഡുകളെയും കാണാം. ഈ പറയുന്ന ആദ്യത്തെ 2 ഗ്രൂപ്പ് മെറ്റൽസ് ആണ്. എന്നാൽ 13, 14, 15, 16, 17 ഗ്രൂപ്പുകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ മെറ്റൽസ് ഉണ്ട്, ലോഹങ്ങളുണ്ട്, അലോഹങ്ങൾ നോൺ മെറ്റൽസ് ഉണ്ട്, ആൻഡ് ഓൾസോ മെറ്റലോയിഡ്സ് ഉപലോഹങ്ങൾ. മെറ്റലോയിഡ്സിന്റെ മലയാളത്തിൽ പറയുന്ന പേരാണ് ഉപലോഹങ്ങൾ. ഉപലോഹങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇനി അടുത്ത പ്രോപ്പർട്ടി, ഉപലോഹങ്ങളുടെ കുറച്ച് എക്സാമ്പിൾസ് ആണ് ഇവിടെ തന്നത് കേട്ടോ. ബോറോൺ, സിലിക്കൺ, ജർമാനിയം, ആർസനിക് എന്ന് പറഞ്ഞിട്ട് കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ഇനി അടുത്ത പോയിന്റ് എന്താണ്? യെസ്,
ഫിസിക്കൽ സ്റ്റേറ്റ് സോളിഡ് ലിക്വിഡ് ഗ്യാസ് 3 സ്റ്റേറ്റിലെ ആളുകളെ നമുക്ക് എവിടെ കാണാം? ഈ പറയുന്ന മെയിൻ ഗ്രൂപ്പിൽ ഇത്രയും കാണുന്ന പാർട്ടിൽ നമുക്ക് ഫിസിക്കൽ സ്റ്റേറ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ള സോളിഡ് ലിക്വിഡ് ഗ്യാസ് ഖരം ദ്രാവകം വാതകം സ്റ്റേറ്റിലുള്ള ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. നോക്കുക, നമുക്ക് ഏറ്റവും കോമൺ ആയിട്ട് അറിയുന്ന എക്സാമ്പിൾസ് ആണ് ഇത് നോക്കണ്ടേ, മെർക്കുറി നിങ്ങൾ നോക്കണ്ട, കാരണം മെർക്കുറി എന്ന് പറയുന്നത് ട്രാൻസിഷൻ മെറ്റൽസിൽ വരുന്ന എക്സാമ്പിൾ ആണ്. ഇവിടെ നോക്കുക, ബ്രോമിൻ എന്താണ്? നോൺ മെറ്റൽ ആണ്, അലോഹമാണ്, ലിക്വിഡ് സ്റ്റേറ്റിലുള്ള നോൺ മെറ്റൽ ആണ് കേട്ടോ. ഇനി അടുത്തത് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ഹൗ ടു ഫൈൻഡ് ദ ഗ്രൂപ്പ് നമ്പർ. നമുക്കൊരു എലമെന്റ് തന്നിട്ടുണ്ടെങ്കിൽ ആ എലമെന്റിന്റെ ഗ്രൂപ്പ് നമ്പർ എങ്ങനെ കണ്ടെത്താം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. നിങ്ങൾ നോക്കിക്കേ, ലിത്തിയത്തിന്റെ അറ്റോമിക് നമ്പർ 3 ആണ്. 3 ആണെങ്കിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1 ആണ്. സോഡിയത്തിന്റെ അറ്റോമിക് നമ്പർ 11 ആണ്. ഞാനിവിടെ എഴുതാണ് 11, 281 എന്നാണ് വരുന്നത്. പൊട്ടാസ്യം 19 ആണ്, 2881 എന്നാണ് വരുന്നത്. ബെറീലിയം 4 ആണ്, 24 എന്നാണ് വരുന്നത്. ഇനി മെഗ്നീഷ്യം അറ്റോമിക് നമ്പർ 12 ആണ്. സോറി, 2 4 എന്നല്ല കേട്ടോ, 24 എന്നാണ് ഇവിടെ വരിക, 22 എന്നല്ലേ വരിക. നമുക്ക് അറ്റോമിക് നമ്പർ 4 ആണെങ്കിൽ എത്രയാണ്? 22 എന്നാണ് വരിക. മെഗ്നീഷ്യം 12 ആണ്, അപ്പോൾ നമുക്ക് എത്രയാണ് വരുന്നത്? 282 എന്നാണ് വരുന്നത്. കാൽഷ്യം 20 ആണ്, 2882 എന്നാണ് വരുന്നത്. നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൽ നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്? എങ്ങനെയാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക എന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. അത് പഠിച്ചാലേ ഇത് നമുക്ക് മനസ്സിലാവത്തുള്ളൂ കേട്ടോ. അപ്പം നമ്മൾ നോക്കുന്നത് ഇത്രയും തന്നിരിക്കുന്ന ഭാഗം നിങ്ങൾ കൺസിഡർ ചെയ്യാം. ലിത്തിയം, സോഡിയം, പൊട്ടാസ്യം, ഇത്രയും ആളുകളുടെ പ്രത്യേകത നിങ്ങൾ നോക്കിക്കേ. എന്താണ്? ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ അല്ലേ ഉള്ളത്? ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ ആണെങ്കിൽ നമുക്ക് പറയാം അതെന്താണ്? ഗ്രൂപ്പ് 1 വരുന്ന ആളുകളാണ്. സെക്കൻഡ് പാർട്ട് നോക്കിക്കേ, ബെറീലിയം, മെഗ്നീഷ്യം ആൻഡ് കാൽഷ്യം. ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺസ് അല്ലേ വരുന്നത്? അപ്പോൾ അവർ ഏത് കാറ്റഗറിയിൽ വരുന്ന ആളുകളാണ്? നമ്മുടെ രണ്ടാമത്തെ ഗ്രൂപ്പിൽ വരുന്ന ആളുകളാണ്. സോ ഇത്ര മാത്രം മനസ്സിലാക്കുക. ബാഹിതമ ഷെല്ലിൽ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 1 ആണെങ്കിൽ ഗ്രൂപ്പ് നമ്പർ 1 ആണ്. ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 2 ആണെങ്കിൽ ഗ്രൂപ്പ് നമ്പർ 2 ആണ്. ഇൻ ദ എലമെന്റ്സ് ഓഫ് ഗ്രൂപ്പ് 1 and 2 the outermost electron represents the group number. നേരെ മറിച്ച് ഇവിടെ തരുന്ന കുറച്ച് എക്സാമ്പിൾസ് നിങ്ങൾ നോക്കിക്കേ. കാർബണിൻ്റെത് 6 ആണ്, 2 4 ആണ് കേട്ടോ വരുന്നത്. ടീച്ചർ ഇവിടെ എഴുതി കാണിക്കാം. 2 4 ആണ്. നൈട്രജൻ്റെത് 7 ആണ്, 2 5 ആണ്. ഓക്സിജൻ്റെത് 8 ആണ്, 2 എത്രയാണ് വരുന്നത്? 2 6 ആണ്. ഫ്ലൂറിൻ്റെത് 9 ആണ്, 2 എത്രയാണ്? 9 ആണ്. 2 ഇലക്ട്രോൺസിനെ കൊടുത്തു. രണ്ടാമത്തെ ഷെല്ലിൽ 7 ആണ്. ഇനി നോക്കുക നിങ്ങൾ, കാർബൺ വരുന്നത് 14ാമത്തെ ഗ്രൂപ്പ്, നൈട്രജൻ വരുന്നത് 15ാമത്തെ ഗ്രൂപ്പ്, ഓക്സിജൻ വരുന്നത് 16ാമത്തെ ഗ്രൂപ്പ്, ഫ്ലൂറിൻ വരുന്നത് 17ാമത്തെ ഗ്രൂപ്പ്. ഇതെങ്ങനെയാണ് നമ്മൾ ഗ്രൂപ്പ് നമ്പർ കണ്ടെത്തുക? എന്തിൻ്റെ സഹായത്തോടു കൂടിയായിരിക്കും? ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 3 അല്ലേ ഉള്ളത്? ഗ്രൂപ്പ് നമ്പർ 13 എന്നാണ് എഴുതിയത്. ഇവിടെ 4 ഉള്ളത്, ഇവിടെ 14 എന്നാണ് എഴുതിയത്. ഇവിടെ 5 ആണ്, 15, 6 ആണ്, 16, 7 ആണ്, 17. എന്തോ ഒരു റിലേഷൻ വന്നല്ലോ. എന്താണ്? 3 4 5 6 7 8 വരും കേട്ടോ. 8 തന്നതെങ്കിൽ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ അതിൻ്റെ കൂടെ 10 ആഡ് ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുക? ഗ്രൂപ്പ് നമ്പർ കിട്ടുക കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ ഈ പറഞ്ഞ ഔട്ടർമോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണത്തിൻ്റെ കൂടെ 10 ആഡ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഗ്രൂപ്പ് നമ്പർ കിട്ടുന്നത്. ഏതൊക്കെയാണ്? 3 4 5 6 7 8. ഈ പറയുന്ന ആളുകൾ വന്നു കഴിഞ്ഞാൽ 10 ആഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നു? നമ്മൾ ഗ്രൂപ്പ് നമ്പർ നമ്മൾ കണ്ടുപിടിക്കുന്നു. ഇനി എങ്ങനെയാണ് പീരീഡ് നമ്പർ കണ്ടെത്തേണ്ടത്? പീരീഡ് നമ്പർ കണ്ടെത്താൻ ഭയങ്കര ഈസിയാടാ. എങ്ങനെയാണെന്നറിയോ? ഇപ്പോൾ ഇവിടെ ഞാൻ എക്സാമ്പിളായിട്ട് എടുക്കുകയാണ്. ഇവിടെ നമ്മൾക്ക് എക്സാമ്പിളായിട്ട് എടുക്കാം. ഈ പറയുന്ന ബോറോണ്, കാർബണ്, നൈട്രജന്, ഓക്സിജന്, ഫ്ലൂറിൻ, നിയോൺ എല്ലാം സെക്കൻഡ് പീരീഡാണ്. അത് എന്തുകൊണ്ടാണ് സെക്കൻഡ് പീരീഡ് എന്ന് പറയാൻ കാരണം? 2 ഷെല്ലുകളുണ്ട്. നോക്കിക്കേ നിങ്ങൾ. ഓക്കെ, എത്രയാണോ ഷെൽ നമ്പർ, എത്രയാണോ നമുക്ക് ഷെൽ നമ്പർ വരുന്നത് അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പീരീഡുകളുടെ എണ്ണം എന്ന് പറയുന്നത്. ദ നമ്പർ ഓഫ് ഷെൽ ഇൻ ആൻ ആറ്റം ഓർ നമ്പർ ഓഫ് ഷെൽ ഇൻ ആൻ എലിമെന്റ് ഇസ് ഇറ്റ്സ് പീരീഡ് നമ്പർ. മൂലകങ്ങൾ അവയുടെ ആറ്റങ്ങളിലെ ഷെല്ലുകളുടെ എണ്ണമാണ് പീരീഡ് നമ്പർ എന്ന് പറയുന്നത്. ഫോർ എൻ എക്സാമ്പിൾ, സോഡിയം അറ്റോമിക് നമ്പർ 11 ആണ്, 281 ആണ്. നിങ്ങൾ പറഞ്ഞേ എത്രാമത്തെ പീരീഡിലാണ്? 3ാമത്തെ പീരീഡ്. 281 3 ഷെല്ലുകളാണ്. ഇനി പൊട്ടാസ്യം എന്ന് പറയുന്നത് അറ്റോമിക് നമ്പർ 19 ആണ്, 2881 എന്നാണ് വരുന്നത്. എത്രാമത്തെ പീരീഡാണ്? 2881 4ാമത്തെ പീരീഡാണ്. പീരീഡും ഗ്രൂപ്പും കണ്ടുപിടിക്കാൻ പഠിച്ചല്ലോ അല്ലേ? ഇത്രയുള്ള ഇറ്റ് ഇസ് വെരി ഈസി. ഇനി നോബൽ ഗ്യാസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ കാണുന്ന ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റൻ, സെനൻ, റെഡൻ ഒക്കെ എന്താണ്? നോബൽ ഗ്യാസസ് ആണ്, ഉത്കൃഷ്ടവാതകങ്ങളാണ്. ഇനേർട്ട് ഗ്യാസസ് എന്ന് പറയാൻ കാരണം they are chemically inert. കെമിക്കൽ റിയാക്ഷൻസിൽ രാസപ്രവർത്തനത്തിൽ
പ്രവർത്തനത്തിൽ അവർ പങ്കെടുക്കില്ല. കാരണം അവർ ഓൾറെഡി സ്റ്റേബിൾ ആണ്. കാരണം എന്താണ്? ബാഹ്യതമ ഷെല്ലിൽ അവർക്ക് ഓൾറെഡി 8 ഇലക്ട്രോൺസ് ഉള്ളത് കൊണ്ടാണ് അവർ സ്റ്റേബിൾ ആണെന്ന് നമ്മൾ പറയാൻ കാരണം. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ പറയുകയാണെങ്കിൽ ട്രാൻസിഷൻ എലമെന്റ്സ് അല്ലേ. ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് പറയുന്നത് ആരാണ്? ഗ്രൂപ്പ് 3 മുതൽക്ക് ഗ്രൂപ്പ് 12 വരെയുള്ള ആളുകളാണ്. ട്രാൻസിഷൻ എലമെന്റ്സിന്റെ പ്രത്യേകത ദേ ആർ മെറ്റൽസ്. എന്താണ് ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് പറയുന്നത്? മെറ്റലുകളാണ്, ലോഹങ്ങളാണ്. ട്രാൻസിഷൻ മെറ്റൽസ് എന്നാണ് നമ്മൾ പറയുന്നത്. സംക്രമണ ലോഹങ്ങൾ എന്ന് നമ്മൾ പറയാറുണ്ട്. ദേ ആർ മെറ്റൽസ് ആണ്. പിന്നെ പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? യെസ്, അവരുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇൻ ദ 10 ഗ്രൂപ്പ്സ് ഫ്രം ഗ്രൂപ്പ് 3 to 12 ഇലക്ട്രോൺസ് ഫില്ലിംഗ് ടേക്സ് പ്ലേസ് ഇൻ പെനൾട്ടിമേറ്റ് ഷെൽ. എന്താണ്? 3 മുതൽ 12 വരെയുള്ള 10 ഗ്രൂപ്പുകളിലും സംക്രമണ മൂലങ്ങളുടെ പ്രത്യേകതയാണ് ഇലക്ട്രോൺ പൂരണം നടക്കുന്നത് ബാഹ്യതമ ഷെല്ലിന്റെ തൊട്ടുള്ളിലുള്ള ഷെല്ലിലാണ്. നിങ്ങൾ നോക്കിക്കേ, ഈ ബാഹ്യതമ ഷെല്ലെല്ലാം സെയിമാ. ക്രോമിയവും കോപ്പറും ഒഴിച്ചിട്ടുള്ള കാര്യമാണ്. അവർക്കൊരു പ്രത്യേകത ഉണ്ട്, അത് നിങ്ങൾ ഹയർ ക്ലാസ്സസിൽ പഠിക്കും. ബാക്കി എല്ലാത്തിൻ്റെയും ഔട്ടർമോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺ സെയിമാ. ഇലക്ട്രോൺ ഫില്ലിംഗ് നടക്കുന്നത് എവിടെയാണ്? 9, 10, 11, 13, 14, 15, 16. പെനൾട്ടിമേറ്റ് ഷെൽ എന്ന് പറഞ്ഞാൽ ബാഹ്യതമ ഷെല്ലിന്റെ ഉള്ളിലുള്ള ഷെല്ല്, ഔട്ടർമോസ്റ്റ് ഷെല്ലിന്റെ ഉള്ളിലുള്ള ഷെല്ല്. അതൊരു പ്രോപ്പർട്ടി ആയിട്ട്, ക്യാരക്ടറായിട്ട് നിങ്ങൾക്ക് പറയാം അല്ലേ. പെനൾട്ടിമേറ്റ് ഷെല്ലിലാണ് ഇലക്ട്രോൺ ഫില്ലിംഗ് നടക്കുന്നത്. മാത്രമല്ല എന്താണ്? ദേ എക്സിബിറ്റ് സിമിലാരിറ്റി ഇൻ ഗ്രൂപ്പ് ആൻഡ് പീരീഡ്. നേരത്തെയൊക്കെ നമ്മൾ ഗ്രൂപ്പിലാണ് സിമിലാരിറ്റി പറഞ്ഞത്. എന്നാൽ ഇത്രയും ആളുകൾക്ക് ഗ്രൂപ്പിലും പീരീഡിലും എന്ത് കാണിക്കുന്നുണ്ട്? സിമിലാരിറ്റി കാണിക്കുന്നുണ്ട്. ഇനി നിങ്ങൾ എടുത്ത് നോക്കിക്കേ, നിങ്ങളുടെ ഈ ട്രാൻസിഷൻ എലമെന്റ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ അവരുടെ കോമ്പൗണ്ടുകൾക്ക് നിറമുണ്ട്, കളേർഡ് കോമ്പൗണ്ട്സ് ആണ്. നോക്കുക, കൊബാൾട്ട് ട്രാൻസിഷൻ എലമെന്റ് ആണ്, കോപ്പർ ട്രാൻസിഷൻ എലമെന്റ് ആണ്, നിക്കൽ ട്രാൻസിഷൻ എലമെന്റ് ആണ്, അയൺ ട്രാൻസിഷൻ എലമെന്റ് ആണ്. ദേ ഫോം കളേർഡ് കോമ്പൗണ്ട്സ്. നിറമുള്ള സംയുക്തങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളാണ്. ഈ ഓരോരോ കോമ്പൗണ്ട്സിനെയും കൊബാൾട്ട് ക്ലോറൈഡ്, കോപ്പർ സൾഫേറ്റ്, നിക്കൽ സൾഫേറ്റ്, അതേപോലെ തന്നെ അയൺ ഓക്സൈഡിനൊക്കെ കളേഴ്സ് ആണ് നമുക്ക് ഇവിടെ തന്നത്. അതും ഒരു സവിശേഷത തന്നെയാണ്. ലാന്തനോയിഡുകളും ആക്ടിനോയിഡുകളും നമ്മൾ ഓൾറെഡി പറഞ്ഞു. ലാന്തനോയിഡുകൾ എന്ന് പറയുന്നത് നമ്മുടെ 6th പീരീഡിൽ കാണുന്ന ആളുകളെയാണ്. ആക്ടിനോയിഡുകൾ എന്ന് പറയുന്നത് 7th പീരീഡിൽ കാണുന്ന ആളുകളെയാണ്. യുറാനത്തിന് ശേഷം വരുന്ന ആളുകളൊക്കെ എന്താണ്? ആക്ടിനോയിഡുകളുടെ പ്രത്യേകത ആർട്ടിഫിഷ്യൽ എലമെന്റ്സ് ആണ്. ലാന്തനോയിഡുകൾ തന്നെ വിളിക്കുന്ന ഒരു പേരാണ് റയർ എർത്ത് അല്ലേ. നമ്മൾ എന്താ പറയുന്നത്? റയർ എർത്ത് എന്നാണ് നമ്മൾ പറയുന്നത്. അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു, അതുകൊണ്ടാണ് ടീച്ചർ അത് പറഞ്ഞത്. ദി ലാസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ട്രെൻഡ്സ് ഇൻ പീരിയോഡിക് ടേബിൾ. അറ്റോമിക് സൈസിന്റെ പ്രത്യേകതയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് കേട്ടോ. ഞാനിപ്പോൾ അറ്റോമിക് വലുപ്പം എടുക്കുകയാണെങ്കിൽ അറ്റോമിക് വലുപ്പം ഇൻഫ്ലുവൻസ് ചെയ്യുന്ന 2 ഫാക്ടേഴ്സാണ്, 2 ഘടകങ്ങളാണ്. ആദ്യത്തെ ഘടകം എന്ന് പറയുന്നത് ന്യൂക്ലിയർ ചാർജ്. ന്യൂക്ലിയസിൽ പ്രോട്ടോണുകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ന്യൂക്ലിയസിന്റെ പോസിറ്റീവ് ചാർജ് കൂടില്ലേ? ന്യൂക്ലിയർ ചാർജും. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഷെൽ നമ്പറുമാണ്, നമ്പർ ഓഫ് ഷെൽസ്. നമ്മൾ ഗ്രൂപ്പ് എടുക്കുകയാണെങ്കിൽ, ഞാൻ മുകളിൽ നിന്ന് താഴത്തേക്ക് ഗ്രൂപ്പ് എടുക്കുകയാണ്. ഗ്രൂപ്പ് എടുക്കുന്ന സമയത്ത് എനിക്ക് എന്താ കാണാൻ സാധിക്കുക? നമുക്ക് ഷെല്ലുകളുടെ എണ്ണം കൂടുന്നതായിട്ട് കാണാൻ സാധിക്കും. അറ്റോമിക് നമ്പർ ഇൻക്രീസ് ചെയ്യുന്നു, അതേപോലെ ഷെല്ലുകളുടെ എണ്ണം ഇൻക്രീസ് ചെയ്യുന്നു. അതുകൊണ്ട് ആറ്റത്തിന്റെ സൈസ് ഇൻക്രീസ് ചെയ്യുന്നു. ശ്രദ്ധിക്കണേ, ടോപ്പ് ടു ബോട്ടം, മുകളിൽ നിന്ന് താഴത്തേക്ക് പോകുമ്പോൾ അറ്റോമിക് നമ്പർ ഇൻക്രീസസ്, നമ്പർ ഓഫ് ഷെൽ ഇൻക്രീസസ്, ആറ്റം സൈസ് ഇൻക്രീസസ്. എന്നാൽ നേരെ മറിച്ച് ഞാൻ പീരീഡ് എടുക്കുകയാണെങ്കിൽ, പീരീഡ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, പീരീഡ് നോക്കിക്കേ നിങ്ങൾ, അവിടെ അറ്റോമിക് നമ്പർ കൂടുന്നു. നോക്കിക്കേ, 3, 4, 5, 6, 7, 8, 9. അതായത് പീരീഡ്, ഏത് പീരീഡ് എടുത്താലും അറ്റോമിക് നമ്പർ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഇവിടെ ഷെല്ലുകളുടെ എണ്ണത്തിന് എന്താ പ്രത്യേകത? നിങ്ങൾ പീരീഡിലുള്ള ഏത് ആറ്റം എടുത്താലും ഷെല്ലുകളുടെ എണ്ണം സെയിം ആണല്ലേ. സെക്കൻഡ് പീരീഡ് എടുത്താൽ അതിലുള്ള എല്ലാ ആളുകൾക്കും 2 ഷെല്ലാണ്. 4ാമത്തെ പീരീഡ് എടുത്താൽ അതിലുള്ള എല്ലാ ആളുകൾക്കും 4 ഷെല്ലുകളാണ്. അതായത് ഷെൽ നമ്പർ സെയിം ആണ്. എന്നാൽ ന്യൂക്ലിയർ ചാർജ് കൂടുന്നു അല്ലേ. എന്താണ്? ന്യൂക്ലിയർ ചാർജ് കൂടുന്നു. ന്യൂക്ലിയർ ചാർജ് കൂടിയാൽ എന്താ പ്രത്യേകത എന്നറിയോ? ഈ പറയുന്ന ഔട്ടർമോസ്റ്റ് ഷെല്ലിനെ ഈ ന്യൂക്ലിയസ് അടുത്തേക്ക് പിടിച്ചു വലിക്കും. ഔട്ടർമോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺ എന്താണ്? നെഗറ്റീവ് ചാർജ് അല്ലേ. ഈ ഇലക്ട്രോണുകളെ പ്രോട്ടോണുകൾ അല്ലെങ്കിൽ നമ്മുടെ ന്യൂക്ലിയസ് എന്ത് ചെയ്യും? അടുത്തേക്ക് പിടിച്ചു വലിക്കുമ്പോൾ സൈസ് കുറയും. ഓക്കെ, സെയിം നമ്പർ ഓഫ് ഷെല്ലാണ്. എന്നാൽ അവിടെ പ്രത്യേകത എന്താണ്? ന്യൂക്ലിയർ ചാർജ് കൂടുന്നതുകൊണ്ട് ആറ്റത്തിന്റെ സൈസ് കുറയുന്നു. സോ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുന്നതിനനുസരിച്ച് ആറ്റത്തിന്റെ സൈസ് എന്താ ചെയ്യുന്നത്? കുറയുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ചില ആളുകൾ ചോദിക്കുന്ന ഒരു സംശയമാണ്, മിസ്സേ ഇവിടെ നോക്കുമ്പോൾ മുകളിൽ നിന്ന് താഴത്തേക്ക് വരുമ്പം ഗ്രൂപ്പിൻ്റെ അകത്ത് ഈ പറഞ്ഞ പോലെ അറ്റോമിക് നമ്പർ ഇൻക്രീസ് ചെയ്യുന്നത് പോലെ തന്നെ നമ്മുടെ ന്യൂക്ലിയസ് ചാർജ് ഇൻക്രീസ് ചെയ്യുന്നുണ്ടല്ലോ. അവിടെ ന്യൂക്ലിയസ് ചാർജ് ഇൻക്രീസ് ചെയ്താലും ഷെല്ലുകൾ കൂടുന്നില്ലേ?
ഒന്ന് ആലോചിക്കുക, നടുക്കുള്ള ന്യൂക്ലിയസ് ഷെല്ല് കൂടി കഴിഞ്ഞാൽ ആ ഔട്ടർമോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസിനെ പിടിച്ചു വലിക്കാൻ ബുദ്ധിമുട്ടാവില്ലേ? ഇതിന്റെ ഇടയിലൊക്കെ ഷെല്ലുകളില്ലേ? അതുകൊണ്ടാണ് ഗ്രൂപ്പിൽ നമ്മൾ എന്താണ് ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്താലും ഇവിടെ ആറ്റത്തിന്റെ സൈസ് കൂടാനുള്ള റീസൺ എന്ന് പറയുന്നത് ഷെൽ നമ്പർ കൂടുന്നതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അറ്റോമിക് സൈസ് റിലേറ്റഡ് ആയിട്ട് കറക്റ്റ് ചെയ്ത് എഴുതാനും തെറ്റായിട്ട് തന്നിട്ട് നിങ്ങളെടുത്ത് ഐഡന്റിഫൈ ചെയ്യാനും അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എഴുതാനും ഒക്കെ ചോദിക്കാറുണ്ട്. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിപ്പിച്ച കംപ്ലീറ്റ് കൺസെപ്റ്റ് എൻ്റെ മക്കൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് എന്ത് ചെയ്യാം, ഇനിയുള്ള ക്ലാസ്സുകളിൽ കാണാം. അപ്പോൾ എക്സാംസ് ഒക്കെ നന്നായിട്ട് എഴുതാം, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം. ഓൾ ദി വെരി ബെസ്റ്റ്. ബൈ.